CK വിജയൻ കൂടി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. വിജയൻ, ഇന്നലെ 17.5 മണിക്കൂർ നീണ്ട ദൗത്യം, അതാണ് ആ ദൗത്യത്തിന് ശേഷമാണ്, ആ ദൗത്യത്തിൻ്റെ ഒടുവിലാണ് മയക്കുവെടി വെച്ചത്. പിന്നീട് ഈ തണ്ണീർക്കൊമ്പനെ ബന്ദിപ്പൂരിലേക്ക്, രാമപുര ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മാനന്തവാടിക്കാർ ആശ്വസിച്ചു, കേരള വനം വകുപ്പും ഒക്കെ ആശ്വസിച്ചു. ഇനി അങ്ങ് ആ തണ്ണീർക്കൊമ്പനെ പരിശോധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കാട്ടിലേക്ക് തുറന്നു വിടും. നാട്ടിലിറങ്ങിയ ഭീതി വിതച്ച ഒരു സാഹചര്യവും ഇല്ലാണ്ടായി. തണ്ണീർക്കൊമ്പനും സുരക്ഷിതൻ എന്നൊരു തരത്തിലായിരുന്നു കാര്യങ്ങൾ വിചാരിച്ചതെങ്കിൽ അതൊക്കെ കൈവിട്ടുപോയി. തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ളതാണല്ലോ ഇന്ന് നമ്മളെയൊക്കെ കണ്ണീരിലാഴ്ത്തുന്ന വാർത്ത. അപ്പോൾ എന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട്? വനമന്ത്രി പറഞ്ഞു 5 അംഗ സമിതിയെ നിയോഗിക്കും, പരിശോധന നടത്തുമെന്നൊക്കെ. ഈ കേരള വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ, അതായത് ഈ തണ്ണീർക്കൊമ്പനുമായുള്ള യാത്രയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ആനയ്ക്ക് ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെ ഉള്ള എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അഞ്ജിത, ഈ നമ്മുടെ വനമന്ത്രി ഇന്ന് നമ്മളോടുള്ള പ്രതികരണം തുടങ്ങിയത് തന്നെ അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാണ്. അതായത് എത്രമാത്രം ആകസ്മികമായാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുകൂടി അദ്ദേഹം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് വരെ എല്ലാവരുടെയും ആശങ്ക ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കരകയറ്റി അല്ലെങ്കിൽ ഇവിടുന്ന് നാട് കടത്തിയാൽ മതിയായിരുന്നു എന്നാണ്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് നമ്മളുടെ എല്ലാവരുടെയും വികാരങ്ങൾ ആകെ മാറി. ഇത് ഒരു പാവപ്പെട്ട ജീവി ഇത് ചെരിഞ്ഞു പോയല്ലോ എന്ന ഒരു വിഷമം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ആ വിഷമമാണ് യഥാർത്ഥത്തിൽ മന്ത്രിയും പ്രകടിപ്പിച്ചത്. പക്ഷേ ഇനി മറ്റ് പോംവഴികളില്ല, ഇതൊരു പാഠമായി നിലനിർത്തും എന്നാണ് വനമന്ത്രി പറഞ്ഞത്. എന്തൊക്കെ പ്രഷറുണ്ടായാലും എന്തൊക്കെ പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും ഇതിന് ചെയ്യേണ്ട എല്ലാ ഫോർമാലിറ്റികളും എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ടൊരു കാര്യമുണ്ടാകൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് നമ്മൾ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട ഈ അരിക്കൊമ്പനെ പിടികൂടി വനത്തിലേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും സമാനമായ രീതിയിൽ വേണം എന്നുള്ളൊരു അഭിപ്രായം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കാരണം ഈ ആനയെ, ഈ തണ്ണീർക്കൊമ്പനെ ഇന്നലെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ജനവാസ കേന്ദ്രത്തിലാണ്. ജനവാസ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ, മാനന്തവാടി നഗരത്തിനകത്താണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെയും വികാരം ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നാട് കടത്തുക എന്നായിരുന്നു. അത്രമാത്രം പ്രഷറായിരുന്നു. കാരണം ഒരു രാത്രി കൂടി അതിനെ താങ്ങാനുള്ള ശേഷി ഈ നാട്ടുകാർക്കുണ്ടായിരുന്നില്ല, ക്ഷമയുണ്ടായിരുന്നില്ല. ആ വികാരങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ആരോഗ്യ പരിശോധന കൃത്യമായി നടന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അതിന് നിരീക്ഷണം മാത്രമേ നടന്നിട്ടുള്ളൂ, അല്ലാത്ത രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ തണ്ണീർക്കൊമ്പൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി 20 ദിവസത്തിനകം അതിന് 2 തവണ ഈ മയക്കുമരുന്ന് നൽകേണ്ടി വന്നു. അപ്പോൾ 2 തവണ മയക്കുമരുന്ന് നൽകുന്നതിൻ്റെ ഡോസേജിൽ പ്രശ്നമുണ്ടോ എന്നത് പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് നടത്താൻ പാടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അതിനെ മറ്റേതെങ്കിലും രീതിയിൽ അവിടെ തടങ്കലിൽ വെക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള കാര്യം ആലോചിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഈ പെരുമാറ്റത്തിൽ അത് ഒട്ടും വയലൻ്റ് ആയിരുന്നില്ല, ആരെയും ആക്രമിച്ചിട്ടില്ല, എങ്ങോട്ടും നിയന്ത്രണം വിട്ട് ഓടിയിട്ടില്ല, ആൾക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള അതിൻ്റെ പെരുമാറ്റങ്ങളെല്ലാം തന്നെ വേണ്ട രീതിയിൽ പരിശോധിക്കണമായിരുന്നു എന്നുകൂടി ഒരു പുനർചിന്തനം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഒരു പുനർചിന്തനം നടത്താൻ മാത്രമേ ഇപ്പോൾ കഴിയൂ എന്നതും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഏതായാലും ഇന്നലെ രാവിലെ മുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലടക്കം ട്രഷറിയിൽ കയറി പെൻഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് എന്നടക്കം ട്രോളുകളടക്കം വന്ന ആ സാഹചര്യം അഞ്ജിത ഇന്ന് പാടേ മാറി. ഇന്ന് എല്ലാവരുടെയും ചിന്ത തണ്ണീർക്കൊമ്പൻ്റെ ഭാഗത്ത് നിന്നാണ്. തണ്ണീർക്കൊമ്പൻ അത് ചെരിഞ്ഞു പോയതിലുള്ള വിഷമം അറിയിക്കുന്ന രീതിയിലാണ്.